നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങൾ എന്തൊരു മണ്ടത്തരായി കാണിച്ചേ? സാറിനോട് ആലോചിക്കാണോ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുവന്നത്? ആണ്ടവ, എനിക്ക് വേറെ മാർഗമൊന്നും ഇല്ലാത്തോണ്ടാ ഞാൻ ഈ കളി കളിച്ചത്. എന്തായാലും നിങ്ങളെ വണ്ടിയിലേക്ക് കയറ്. ഇനി ഇവിടെ നിൽക്കണ്ട, വാ. വാ. വേഗം. ഇനിയെങ്കിലും എല്ലാം ഒന്ന് മതിയാക്കി കൂടെ ഏട്ടാ. എന്തിനാ മറ്റുള്ളവരെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? ജീവിതത്തിൽ ഒരു കണക്കും ബാക്കി വെക്കരുതെന്ന് സോറി, നമ്മുടെ അച്ഛൻ എന്നെ പഠിപ്പിച്ചേ. അച്ഛനും ഏട്ടനും കൂടി കൂട്ടിയ കണക്കിൽ പിഴച്ചു പോയത് എന്റെ ജീവിതമാണല്ലോ. ഓ, അപ്പൊ നീയും നന്നായി സംസാരിക്കാൻ പഠിച്ചു. പിടിക്കുക. പക്ഷെ ഇപ്പോഴും ഇവിടെ എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെ. ഞാൻ തീരുമാനിക്കുന്നത് തന്നെ നടക്കുള്ളൂ. നിന്റെ നല്ല ഭാവിക്ക് വേണ്ടി സ്വന്തം ജീവിതം പോലും മറന്നുപോയവനായി ഞാൻ. അത് നീ മറക്കരുത്. എപ്പോഴും ഏട്ടൻ പറയുന്നതും ചെയ്യുന്നതുമാണ് ശരിയെന്ന് സ്വയം വിധി എഴുതിയാൽ എന്ത് ചെയ്യാനൊക്കും? പൂജയുടെയും അർജുന്റെയും പിന്നാലെയുള്ള ഈ പോക്ക് ഏട്ടൻ അവസാനിപ്പിക്കണം. ഇനിയെങ്കിലും ആ പാവം മോളൊന്ന് സന്തോഷത്തോടെ ജീവിച്ചോട്ടെ. അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാനും ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ കൂട്ടലും കിഴിക്കലും നടത്തിയാലും അവസാന ലാഭം അതെനിക്ക് തന്നെയായിരിക്കും. ഇനി ഏട്ടന്റെ ലക്ഷ്യം എന്താ? എന്തിനാ അർജുന്റെ വീട്ടിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്റെ ഊഹ ശരിയാണെന്നുണ്ടെങ്കിൽ ഏട്ടൻ ഇപ്പോഴും പൂജ മോളോടും അർജുനോടും തന്നെയാണ് പക. അതെ, നിന്റെ ഊഹം ശരി തന്നെയാണ്. രണ്ടിനെയും കൊല്ലാൻ വേണ്ടി ഞാൻ എന്തൊക്കെ കണക്കൂട്ടലുകളാ നടത്തിയെന്നറിയാമോ? എന്നിട്ട് അവർ രക്ഷപ്പെട്ടു. ഇപ്പൊ എന്നെ തോപ്പിക്കാൻ വേണ്ടി ഒരു കുഞ്ഞും കൂടി വന്നു. പക്ഷേ ഞാൻ ആരാ മോനെന്ന് പലരും ഇനിയും കാണാൻ പോകുന്നതേയുള്ളൂ. ഏട്ടാ, എനിക്ക് എന്റെ റാണി മോളെ ഒന്ന് കാണണം. സോറി, അവളെ നീ കാണില്ല. അവളിനി വരില്ല. സാർ, ആണ്ടവാ, കേറി വാടോ. ഇവർക്ക് ഈ കുഞ്ഞുമായിട്ട് സാറിന്റെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞു. കുഞ്ഞിനെ ഞങ്ങൾ ഈ സ്നേഹസദനത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നതാ. എന്തിനു? ആര് പറഞ്ഞു ഈ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ? സർ, ഈ കുഞ്ഞിന് പൂജയായിട്ട് എന്തോ ബന്ധമുണ്ട്. പൂജ അവിടെ പലപ്പോഴും വന്ന് ഈ കുഞ്ഞിന് പാലൂട്ടാറുണ്ട്. അതുകൊണ്ട് നിനക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ? മര്യാദയ്ക്ക് കുഞ്ഞിനെ എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവെക്ക്. അതായിരിക്കും രണ്ടാക്ക് നല്ലത്. സർ, ഈ കുഞ്ഞിനെ തിരികെ കൊണ്ടുപോകുന്നത് അപകടമാണ്. അതൊന്നും എനിക്കറിയണ്ട. എത്രയും വേഗത്തിൽ ഈ കുഞ്ഞിനെ അവിടെ കൊണ്ടെത്തിക്കണം. എന്താ പറയാ? പറഞ്ഞത് മനസ്സിലായില്ലേ? മനസ്സിലായി സർ. അടവാ സാർ, ഇവരെ സ്നേഹസദനത്തിൽ കൊണ്ടെത്തിക്കണം. ആരുടെയും ശ്രദ്ധയിൽ പെടാതെ വേണം പോവാൻ. ശരി സാർ. ഇവരെ രണ്ടുപേരെയും സൂക്ഷിക്കണം. കുഞ്ഞിനെ കൊണ്ട് രക്ഷപ്പെടാൻ നോക്കിയാ അതാരായാലും ജീവനോടെ വെച്ചേക്കരുത്. അതൊക്കെ ഞാൻ ഏറ്റു സാർ. ശരി, പോകോ.
ഏട്ടാ സത്യം പറ, ആ കുഞ്ഞിന് റാണിയുടേതാണോ? ഒരിക്കലും അല്ല. അങ്ങനെയുള്ള എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ പറയാതിരിക്കോ? ബാക്കിയുള്ളവൻ ഇവിടെ ഓരോന്ന് ചെയ്തു വെക്കുമ്പോൾ അത് നശിപ്പിക്കാൻ വേണ്ടി വന്നോളും ഓരോ നാശങ്ങൾ. കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, നിങ്ങൾ വരണമെന്നില്ല. ആ അതെങ്ങനെ പറ്റും? സാറ് പറഞ്ഞ് നിങ്ങളും കേട്ടതല്ലേ. ഞാനും അതുവരെ ഒപ്പം വരും. എന്താ പ്രിയ, നിനക്ക് ഈ കുഞ്ഞിനെ തിരികെ കൊടുക്കാൻ ഉദ്ദേശമൊന്നുമില്ലേ? ഞാനല്ലേ ഈ കുഞ്ഞിനെ അവിടെ നിന്ന് എടുത്തത്, ഞാൻ കൊടുത്തോളാം. അത് പറ്റില്ല. ഞാനും കൂടി ഇപ്പൊ ഇതിൽ പങ്കാളിയാ. നാളെ ഈ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാ ഞാനും പ്രതിയാവും. അതുകൊണ്ട് നീ കാറിൽ കയറ്, നമുക്ക് സ്നേഹസദനത്തിലേക്ക് പോവാം. നോക്ക്, വെറുതെ സ്വയം പണി വാങ്ങണ്ട. കമ്മീഷണർ പറഞ്ഞു കേട്ടല്ലോ, എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയാ രണ്ടിനും ഞാൻ തീർക്കും. വണ്ടിയിലോട്ട് കയറ്. കേറ്. കേറ്. കമ്മീഷണറെ പിന്നെ കാണാം. ആദ്യം ആണ്ടവനെ കസ്റ്റഡിയിലെടുക്കാം. കമ്മീഷണറുടെ ഫുൾ ഹിസ്റ്ററി അവന്റെ കയ്യിലുണ്ടാവും. എന്നിട്ട് വേണം ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധം കമ്മീഷണറെ പൂട്ടാൻ. ഫോളോ ചെയ്യും. അജുവേട്ടാ, SP ഇതുവരെ വിളിച്ചില്ലല്ലോ. അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്ക്. ദേ, എനിക്കാകെ പേടിയാവുന്നു. മോളിപ്പോ വിശന്ന് കരയുന്നുണ്ടാവും. എടോ, വിളിക്കാം. ഇനി ഒരുപക്ഷെ കിരൺ അവരുടെ അടുത്ത് അങ്ങനെ നിൽപ്പുണ്ടെങ്കിൽ ഫോൺ വിളിച്ചത് പണിയാവും. ഫോണിന്റെ റിംഗ് കേട്ട് ചിലപ്പോൾ അത് പ്രശ്നമായാലോ. എന്ത് ചെയ്യും? അത് നോക്കാം. അച്ഛൻ ഇത് എവിടെ പോയിരിക്കായിരുന്നു? രാധമോളുടെ കാര്യത്തിന് ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി പോയതാ മോളെ. എന്ത് തീരുമാനം? പറയാം. അതിനു മുമ്പ് എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണണം. അയ്യോ അച്ഛാ, കുഞ്ഞിപ്പോ പ്രിയയുടെ കസ്റ്റഡിയിലാ. നമ്മുടെ SP കിരണില്ലേ, കിരൺ അവളുടെ പിന്നാലെ തന്നെ ഉണ്ട്. എന്നാ പിന്നെ പ്രിയയെ കസ്റ്റഡിയിലെടുക്കാൻ പറ അർജുൻ. അതിപ്പോ വേണ്ടച്ചാ. പ്രിയക്ക് പിന്നാലെ ആരാണെന്ന് നമുക്കറിയണം. ഇപ്പൊ സ്വാതിയും പ്രിയയും കൂടിയാ കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കുന്നത്. രാധമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ വിധം മാറും. പിന്നെ ഇതുവരെ അവൾ കണ്ട വിശ്വനാഥനെ ആയിരിക്കില്ല ഇനി കാണാൻ പോകുന്നത്. അമിത സ്വാതന്ത്ര്യം കൊടുക്കാതിരുന്നിട്ട് പോലും ഈ പാട്. അപ്പൊ കൊടുത്തിരുന്നെങ്കിലോ? എങ്കിൽ എന്നേ അവള് ഈ സ്നേഹസ്ഥാനം ഏതെങ്കിലും ലോബിക്ക് കച്ചവടം ചെയ്തേനെ. അച്ഛാ, രാധമോളുടെ കാര്യത്തിന് വേണ്ടി അച്ഛൻ ആരെയാ കാണാൻ പോയെ? രാധമോളെ തേടി ഇതുവരെ അവകാശികളൊന്നും വരാത്ത സ്ഥിതിക്ക് മക്കളില്ലാത്ത ആർക്കെങ്കിലും മോളെ കൈമാറാനാ തീരുമാനം. ഈ വിവരം ഞാൻ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഒരു ഫാമിലി വന്നിട്ടുണ്ട്. ഇനി അവരുമായി ഒന്ന് സംസാരിക്കണം. എന്തായാലും ഈ ആഴ്ച തന്നെ ഒരു തീരുമാനമുണ്ടാവും. അച്ഛാ, അപ്പൊ ഈ സ്നേഹസ്ഥാനം ഇനി ആക്റ്റീവ് ആയിരിക്കില്ല എന്നാണ് അച്ഛൻ പറയുന്നത്? എനിക്ക് വയസ്സായില്ലേ അർജുൻ. ഇനി അങ്ങോട്ട് ഈ കുട്ടികളെയൊക്കെ സംരക്ഷിക്കാൻ എന്നെ കൊണ്ട് മാത്രം പറ്റില്ല. അതുകൊണ്ട് എല്ലാ കുട്ടികളെയും സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് മാറ്റുക. അച്ഛൻ ഞാനില്ലേ, ഞാനിവരെ നോക്കില്ലേ? അച്ഛൻ ഒരാളായിട്ട് ഇവിടെ ഉണ്ടായാൽ മാത്രം മതി. ഞാൻ ഇവരെ പൊന്നുപോലെ നോക്കിക്കോളാം. വേണ്ട മോളെ, ഇത് മോള് വളർന്ന കാലമൊന്നുമല്ല. ഇന്ന് കാലം മാറി. സ്വന്തം മാതാപിതാക്കൾക്ക് പോലും മക്കളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. മോക്കൊരു കുടുംബമായി. ഇനിയുള്ള കാലം നീ കുഞ്ഞിനെയും അർജുനെയും നോക്കി സന്തോഷത്തോടെ ജീവിക്കണം. അതാ എന്റെ ആഗ്രഹം. ഞാൻ വളർത്തിയ പ്രിയ പോലും തലതിരിഞ്ഞു പോയി.
അപ്പൊ പിന്നെ മറ്റുള്ള മക്കളൊക്കെ എങ്ങനെയാവുന്ന ആർക്കറിയാം. ആരാ ചേട്ടാ? ആ ദേ കിരൺ വിളിക്കുന്നു.